പ്രശാന്തിനെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. പുള്ളിയുടെ ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്, നേരത്തെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട്. KR നാരായണൻ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പ്രശാന്തിനെ ഫ്രണ്ട്സ് പറഞ്ഞും അല്ലാതെയൊക്കെ അറിയാം. ഈ ക്യാരക്ടർ ആലോചിക്കുന്ന സമയത്ത്, ഇതിൻ്റെ കാസ്റ്റിംഗ് ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകതരം ഫിസിക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രശാന്തിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷേ എൻ്റെ ടീം ആദ്യമായിട്ട് പ്രശാന്തിന് അയച്ചു കൊടുക്കുന്നത് ഈ സിനിമയിലെ ഒരു ഡ്രീം സീക്വൻസ് ആണ്. അത് വായിച്ചിട്ട് പ്രശാന്ത് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി പ്രശാന്തിനെ കാണുകയും ഈ കഥ പറഞ്ഞപ്പം പ്രശാന്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫിസിക്കലായിട്ട് എഫേർട്ട് ഇടണമായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രശാന്ത് അന്ന് തന്നെ, നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞു അന്ന് തന്നെ പ്രശാന്ത് അത് ചെയ്യാൻ തുടങ്ങി. ഈവൻ സെറ്റിലാണെങ്കിലും ഒരുപാട് കുട്ടനാടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം താറാവ്, കൊഞ്ചായി എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പം പ്രശാന്ത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് എടുത്തിട്ട് എന്നെ ഇങ്ങനെ നോക്കും. പ്രശാന്തിന് കഴിക്കാൻ പറ്റില്ല, കാരണം ആ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ വളരെയധികം ഇൻവോൾവ് ആയിട്ടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രശാന്ത് ആ ക്യാരക്ടറിലേക്ക്. അതും ഇപ്പം ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രശാന്തും ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കോമഡിയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണിത് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കണം, മോർച്ചറിക്കകത്ത് വരെ കയറി കിടന്നു. അപ്പം നമുക്കൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സീനേ വരത്തില്ല എന്ന് പറഞ്ഞു. ഈ മരിക്കുന്ന സീനിൽ പെട്ടിയിലല്ലേ കിടത്തിയിരിക്കുന്നത് കുറേ സീൻസിൽ. അപ്പോൾ ഞാനാണ് നോക്കിയിരുന്ന് കരയേണ്ടത്. അപ്പോൾ പ്രശാന്ത് വളരെ കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ സിമ്പതിയോടുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് ചൊറഞ്ഞോട്ടെ ഇങ്ങനെ. അപ്പോൾ പിന്നെ നമ്മുടെ മുടങ്ങ് പോവും. ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നെങ്കിലും ഒന്ന് തമാശ പറയാൻ നോക്കിയിരിക്കുക. എനിക്ക് എന്നിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോഴും സെൻറ്റിമെൻ്റലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഷോട്ട്സ് കഴിയുമ്പോൾ ലാസ്റ്റ് എണീറ്റിരുന്ന് ഒന്ന് ചിരിച്ച് കൈയടിച്ചിട്ട് വേണം അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് പറയും ക്യാമറയുടെ മുമ്പിൽ മരിക്കുന്ന സീൻ എടുക്കുമ്പോൾ. പക്ഷേ ഇത് കുറേ ദിവസം ഈ പയ്യനത് എടുക്കാനേ നേരമുള്ളൂ. എപ്പോൾ നോക്കിയാലും പ്രശാന്തിൻ്റെ സീൻ എടുക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു പ്രശാന്ത് മതി കിടക്കത്തില്ല മോർച്ചറിയിലെന്ന്. ഒന്നൊരു ഒബ്ജക്ഷൻ പറയത്തില്ല ആക്ടർ ആകുമ്പം. മോർച്ചറി ഞാൻ കിടക്കണോ സാർ, അത് വേണ്ടെന്ന്. പക്ഷെ അതുപോലും പറഞ്ഞില്ല. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ പയ്യൻ.